ആ മൈഥിലി, എടാ ഒരു ഗോൾഡൻ ചാൻസ്. പറയടി. നീ അവരെ അമ്പലത്തിലെത്തിച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരിയടാ. ഹലോ വൈശാഖി, ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വന്ന് കയറി. ഓക്കെ ഓക്കെ ശരി. മാഡം, അവള് ആ സാവിത്രി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ശരി ശരി, അത് ഞാൻ ഏറ്റു. മൈഥിലി വാ. നമസ്കാരം തിരുമേനി. ചെമ്പകമംഗലത്തുനിന്ന് സാവിത്രിയല്ലേ? അതെ. ആ, മൈഥിലി മകൈരം. അത് ഞാനാ. പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങളുടെ പേരിലുള്ള പുഷ്പാഞ്ജലി കഴിപ്പിച്ചു തരാം. ഇവരെന്തിനാ എന്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിക്കുന്നത്? എന്തോ ആവട്ടെ, എന്തായാലും പുഷ്പാഞ്ജലി അല്ലേ, കുഴപ്പമില്ല. ചെമ്പകമംഗലത്തെ സാവിത്രി മോളല്ലേ ഇത്? അതെ. അറിയോ? അറിയുവോന്നോ? ഒരു കാലത്ത് ഞാൻ സ്ഥിരം ചെമ്പകമംഗലത്തായിരുന്നു. എന്നെ അറിയില്ലേ? ഞാൻ വാസന്തി, കൈതാരത്ത് വാസന്തി. ഞാൻ ചെമ്പകമംഗലത്ത് വരുന്ന സമയത്ത് സാവിത്രി മോള് ഒരു പിച്ചകമൊട്ടു പോലെ കൊച്ചായിരുന്നു. രാമഭദ്ര സാറുമായിട്ടുള്ള കല്യാണം വരെ ഞാൻ ചെമ്പകമംഗലത്തുണ്ടായിരുന്നു. അന്നിത്ര വണ്ണമില്ല, കാണാൻ എത്ര സുന്ദരിയായിരുന്നോ, നല്ല റോസാപ്പൂ പോലെ. പിന്നെ ഇന്നെന്റെ മോന്റെ പിറന്നാളായിരുന്നു. പാൽപായസം വഴിപാട് കഴിപ്പിച്ചു. മോൾക്ക് ഇത്തിരി പായസം എടുക്കട്ടെ? അയ്യോ വേണ്ട. ആ കുടിക്ക് മോളെ, എന്റെ ഒരു സന്തോഷത്തിന് ഇത്തിരി കുടിക്ക്. അയ്യോ വേണ്ടായിരുന്നു. സാരമില്ല, കുടിക്ക്. നല്ല പായസം.
അതെ മോളെ, എന്റെ മോൻ വിളിക്കുന്നു. ഞാൻ പോട്ടെ. മടി പോവാം. എനിക്കെന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്താ അത്? അയ്യോ അമ്മേ, അല്ല സോറി മാഡം, എന്തു പറ്റി? എന്തോ ഒരു ക്ഷീണം പോലെ. നീ എന്തെങ്കിലും ഒന്ന് ചെയ്താണോ? അയ്യോ എന്റെ പൊന്നു മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. നാത്തൂനെ, അയ്യോ, നാത്തൂന് എന്നെ മനസ്സിലായോ? ഇന്ദ്രജ. അതെ, ഇന്ദ്രജ, മാധവമംഗലത്തെ ഇന്ദ്രജ. അല്ല, ഇന്ദ്രജ എന്താ ഇവിടെ? അയ്യോ, ഇത് അങ്ങാടിയൊന്നുമല്ല. ഞാൻ പലചരക്ക് കടത്തിരക്ക് വന്നതും അല്ല. ഇതേ അമ്പല. പണ്ടിവിടെ നടയടച്ചു കഴിഞ്ഞ പട്ടാപ്പകൽ നേരത്ത് ആരിവിടെ വരില്ലായിരുന്നു. യക്ഷികളുടെ വിളയാട്ടം കൊണ്ടേ. നാത്തോ പോവാൻ നോക്ക്. എനിക്ക് നല്ല സുഖമില്ല. നിങ്ങളോട് അമ്പലത്തിൽ വെച്ച് മല്ലിടാൻ ഞാൻ തയ്യാറുമല്ല. നീ തയ്യാറല്ലായിരിക്കും, പക്ഷേ ഞാൻ തയ്യാറാണെങ്കിലോ? ഇതിനിടയ്ക്ക് ഞാനൊന്ന് പോലീസ് ലോക്കപ്പിൽ കയറി. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു കാണുമല്ലോ. നിന്റെ ആങ്ങളെയും അവന്റെ പഴയ ഭാര്യയും നിന്റെ അമ്മയും കൂടി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ലോക്കപ്പിൽ വന്നേ എന്നെ വെല്ലുവിളിച്ചു. ഇന്ദ്രജ, ഇതൊന്നും കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നീ കേൾക്കണം. കേൾപ്പിച്ചിട്ടേ ഞാൻ തിരികെ പോകൂ. അന്ന് ലോക്കപ്പിൽ വന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞില്ല. പറയാത്തത് നീ എന്നോടൊപ്പം ഇനിയും നിൽക്കുമെന്ന വിശ്വാസം കൊണ്ടാ. ജയറാമിനെ കൊല്ലാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തത് നിന്റെ പ്രേരണയോടെ ആയിരുന്നുവെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഇന്ദ്രജെ, കമ്പവും കഴിഞ്ഞു, കാറ്റ് ഊതി. ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ഇനി അതൊക്കെ വെറുതെ കുത്തിപ്പൊക്കുന്ന എന്തിനാ? ആ പ്രശ്നമൊന്നും അങ്ങനെ അവസാനിച്ചിട്ടില്ല. ആ കേസിൽ എന്നെ ജാമ്യത്തിൽ വിട്ടെന്നേ ഉള്ളൂ. അതിന്റെ ബാക്കി കാര്യങ്ങൾ പിറകെ വരിക. ഇന്ദ്രജെ, എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ ഇനി ഒന്നിനുമില്ല. അന്ന് എന്റെ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. അതൊക്കെ മറന്നേക്ക്. ഇന്ദ്രജ ഒരു കാര്യവും മറക്കാറില്ല. കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞു മേടിക്കും. കൊടുക്കാനുള്ളത് എണ്ണി എണ്ണി പറഞ്ഞ് തിരികെ കൊടുക്കുകയും ചെയ്യും. നിന്റെ ആങ്ങളുടെ ഭാര്യയല്ലേ ഇന്ദ്രജയ ഞാൻ? എന്റെ കുടുംബത്തിന് ഞാൻ സമാധാനമായിട്ടൊന്ന് ജീവിച്ചോട്ടെ. നീയൊന്ന് എന്നെ വേദനിപ്പിച്ചിട്ട് അങ്ങനെ സമാധാനത്തോടെ ജീവിക്കില്ല. എത്ര ഉടവാൾ പൂജകൾ നടത്തിയാലും ചെമ്പകമംഗലത്ത് സമാധാനം ഉണ്ടാവില്ല. ഇത് ഇന്ദ്രജയ പറയുന്നത്. ഉടവാൾ പൂജ നടത്തിയെന്ന്? ഇതൊക്കെ ഇന്ദ്രജയ എങ്ങനെ അറിഞ്ഞു? ഞാൻ എല്ലാം അറിയും. അവിടെ വീശുന്ന കാറ്റ് വരെ എന്നോട് വന്ന് കാര്യം പറയും. അവിടെ നടക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഞാൻ അറിയും. ഇനി ആ ഉടവാള് മോഷണത്തിന് പിന്നില് ഇവളായിരുന്നു. ഇന്ദ്രജ ഇപ്പൊ പോ. എനിക്കെന്തോ തീരെ സുഖമില്ല.
നമുക്ക് പിന്നെ സംസാരിക്കാം. നീ പഴയതുപോലെ എന്നോടൊപ്പം കൂടുന്നോ? ഞാൻ കഴിഞ്ഞതെല്ലാം മറക്കാം. ഒരിക്കലും ഇല്ല ഇന്ദ്രജെ. എന്നെ ഇനി അതിനൊന്നും പ്രതീക്ഷിക്കണ്ട. എങ്കിൽ ഞാനും നീയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ശംഖുവിളി ഇവിടെ തുടങ്ങുന്നു. നിന്നെയും നിന്റെ മകനെയും ഞാൻ ഇല്ലാതാക്കും. പിന്നെ കടലെടുക്കും പോലെ നിന്റെ കുടുംബത്തെ ഞാനിങ്ങ് എടുക്കും. അയ്യോ മാഡം, ആ അമ്മേ, കുഞ്ഞുറക്കാണോ മോളെ? ആ ഫുഡ് മേടിച്ച് നല്ല ഉറക്കമാ. മോളെ, അമ്പലത്തിലേക്ക് പോയവരെ കാണുന്നില്ലല്ലോ. വഴിപാടൊക്കെ കഴിഞ്ഞിങ്ങോട്ട് എത്തണ്ടേ അമ്മേ? അവര് വരും. ആ മൈഥിലി മാനസാന്തരപ്പെട്ടു എന്നൊന്നും എനിക്കത്ര വിശ്വാസമില്ല. നെഗറ്റീവ് പറയാതെ. നമ്മള് ദൈവത്തിന്റെ മുന്നിലേക്കല്ലേ അയച്ചിരിക്കുന്നത്. ആ, അവള് മാറിയില്ലെങ്കിൽ ദൈവം മാറ്റും. ആ അതെ. അവരെത്തിന്ന് തോന്നുന്നമ്മേ. അമ്മേ, എന്തോ പ്രശ്നമുണ്ട്. മോളെ വാ. മോളെ, അമ്മായി, ഇരിക്ക്. അയ്യോ മോളെ, എന്താ മോളെ എന്ത് പറ്റി? മോളെ, മോളെ സാവിത്രി, സാവിത്രിക്ക് എന്ത് പറ്റി? എന്താ മൈഥിലി? അയ്യോ, ഞാൻ നിരപരാധി കേട്ടോ. മോളെ, മോളെ സാവിത്രി, മോളെ സാവിത്രി, മോളെ വെള്ളം കുടിക്ക. സാവിത്രി ഇതാ. മോളെ, നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊരു തലകറക്കം അമ്മേ. നീ എന്താടി എന്റെ കുഞ്ഞിനോട് ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല കേട്ടോ. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്ക്. നീ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ സാവിത്രിക്ക് ഇതെന്ത് പറ്റി? എനിക്കറിയില്ല. ഏതോ ഒരു സ്ത്രീ ആയിട്ട് വർത്താനം പറയുന്നതുണ്ട്. അവരോട് പായസവും വാങ്ങി കുടിച്ചു. അതിനുശേഷം ഇവർ ഈ പരുവത്തിലായത്. അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേടി? നിങ്ങൾ എന്തിനാ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? ഞാൻ ഇവരെ വിളിച്ചോണ്ട് പോയൊന്നും അല്ലല്ലോ. എല്ലാരും കൂടി ഇവരോടൊപ്പം എന്നെ വിട്ടതാ. ഞാൻ ഇവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിലെന്തോ ചതിയുണ്ട്. നീ എന്ത് വിഷമാടി എന്റെ കുഞ്ഞിനെ കലക്കി കൊടുത്തത്? ഞാനൊന്നും കൊടുത്തിട്ടില്ല അമ്മേ. അവൾ എനിക്കൊന്നും തന്നിട്ടില്ലമ്മേ. വേറൊരു സ്ത്രീ എനിക്ക് കുറച്ച് പായസം തന്നു. അത് കുടിച്ചപ്പോഴേ എനിക്ക് തലകറക്കം ഉണ്ടായത്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ സാവിത്രി. വേണ്ട, ഇതൊരു മയക്കോ. അതങ്ങ് മാറിക്കോളൂ.
എങ്കി വാ റൂമിൽ ചെന്ന് കിടക്കാം വാ. ആ പതുക്കെ പതുക്കെ എനിക്ക് വാ. ഇവർക്കിത് വേണമായിരുന്നു. പണി പാൽപ്പായസത്തിലൂടെയാ കിട്ടിയത്. നിക്കടി. നീ സത്യം പറഞ്ഞോ? നീ എന്റെ അമ്മായി എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞു. നീ പോലീസ് മുറിയിൽ ചോദിച്ചാലൊന്നും ഞാൻ ചെയ്യാത്ത കുറ്റം ഏക്കില്ല. നിനക്കിതിൽ എന്തോ പങ്കുണ്ട്, അത് ഉറപ്പാ. അതെന്താണെന്ന് ഞാൻ തെളിയിക്കും. ആ നീ തെളിയിക്ക്. ഡേ ഇത് നിന്റെ അറിവോടെ നീ ഒരുക്കിയ ചതിയ. എന്താണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് ഞങ്ങൾ കണ്ടെത്തും. അന്ന് അവിടെ ഇട്ട് തീർക്കും നിന്നെ ഞങ്ങള്. ബൈക്കെടുത്ത് മാറ്റണം, എടുത്ത് മാറ്റാൻ. എടാ നിന്നോടല്ലടാ മാറ്റാൻ പറഞ്ഞത്. ഓ നിങ്ങളോ? എന്റെ അമ്മായി. അമ്മായി അനന്തരവനൊന്നും ഇല്ലടാ. ആ ബന്ധമൊക്കെ ഒരു കലികാലക്കാറ്റിൽ പറന്നുപോയി. ഇപ്പൊ ഞാനും നീയും രണ്ട് ബദ്ധശത്രുക്കൾ. ശത്രു എന്താ? ഗുണ്ടകളുടെ അകമ്പടിയോടെ കൊട്ടേഷനാണോ? ഞാൻ ഇവരുമായിട്ട് ഇങ്ങോട്ട് വന്നത് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാനാ. ഞാൻ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതാ. ഇനി എനിക്ക് പഠിക്കാൻ തീരെ നേരമില്ല. അമ്മായി പോണം. ഇല്ലടാ, നിന്നെ തീർത്തിട്ടേ ഞാൻ പോകൂ. നീ എന്നെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കുമല്ലേ? എന്താ സംശയം? കുറ്റകൃത്യം ചെയ്തവരെ പിടികൂടാനും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കാനുമാണ് പോലീസ്. പിന്നീട് മതിയായ തെളിവോടെ അവരെ കോടതിയിൽ ഹാജരാക്കി പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. നീ മാധവ മന്ദിരത്തിലെ ഇന്ദ്രജയെ ജയിലിലാക്കുമല്ലേ? മാധവ മന്ദിരത്തിലെ ഇന്ദ്രജ എന്താ ദേവേന്ദ്രന്റെ ഭാര്യയാണോ? ഞാൻ ആരാണെന്ന് നിന്നെ ഇപ്പൊ കാണിച്ചു തരാടാ. എന്തായി കാണിക്കുന്ന? വിടാൻ. വിടാൻ. നീ തീർന്നു.